ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിസീസാണ് സ്വൈൻ ഫ്ലൂ, അല്ലെങ്കിൽ നമ്മളതിനെ പിഗ് ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനി എന്നൊക്കെ പറയാം. ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളതല്ല, അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. ഇപ്പോൾ സ്വൈൻ ഫ്ലൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ പന്നിപ്പനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പന്നിപ്പനി എന്ന് പറയുന്ന ഒരു ആനിമലിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ്, അതായത് ഒരു സൂനോട്ടിക് ഡിസീസാണ്. അപ്പോൾ ഈ പന്നിപ്പനി ഉണ്ടാക്കുന്ന കോസറ്റീവ് ഏജൻറ്റിൻ്റെ പേര് ഓർത്തോമിക്സോ വൈറസ് എന്നാണ് കേട്ടോ. സ്വൈൻ ഫ്ലൂ ഈസ് എ ഡിസീസ് വിച്ച് കോസ്ഡ് ബൈ ഓർത്തോമിക്സോ വൈറസ്. അപ്പോൾ ഓർത്തോമിക്സോ വൈറസ് മൂലം ഉണ്ടാവുന്ന മനുഷ്യനുണ്ടാവുന്ന, ഇപ്പം പന്നികൾക്ക് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും, എന്നാൽ പന്നികളിൽ നിന്നൊക്കെ മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. ഈ ഡിസീസ് ഉണ്ടാക്കുന്ന കോസറ്റീവ് ഏജൻറ്റിൻ്റെ പേരാണ് ഓർത്തോമിക്സോ വൈറസ്. ഇനി ഇത് സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നൊരു ഡിസീസാണ്. ഇത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷനാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഇതിന് നമ്മൾ പിഗ് ഫ്ലൂ അല്ലെങ്കിൽ ഹോഗ് ഫ്ലൂ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പിഗ് ഫ്ലൂ എന്നും പറയാം, ഹോഗ് ഫ്ലൂ എന്നും സാധാരണഗതിയിൽ പറയാറുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത് H1N1 എന്ന പേരിലാണ്. Nowadays, the swine flu a H1N1 virus that has infected in human. ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, ഒരുപാട് 5-6 ക്ലാസ്സസ് ഉണ്ട്. അതിൽ H1N1 ടൈപ്പാണ് ഹ്യൂമനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. മറ്റു പല ക്ലാസ്സുകളും പന്നികളും മറ്റ് മൃഗങ്ങളൊക്കെ ഇൻഫെക്റ്റ് ചെയ്തേക്കാം, പക്ഷേ മനുഷ്യരിലേക്ക് വരുന്നത് H1N1 എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ എ സ്ട്രെയിനാണ് കേട്ടോ. Normally this virus is resistant to antiviral drugs, also resistant to vaccines. അപ്പോൾ വാക്സിൻ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആൻറ്റിവൈറൽ ഡ്രഗ് കൊടുത്തുകൊണ്ടോ വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തൊരു ഡിസീസാണ്. പക്ഷേ വലിയ മോർട്ടാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന അത്രയും സിവിയർ ആയിട്ടുള്ളൊരു ഡിസീസൊന്നും അല്ല സ്വൈൻ ഫ്ലൂ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ആവശ്യമുള്ളവർ നോക്കുക കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സാധനം, ആ നീല കളറിലുള്ള ഹീമോ അഗ്ലൂട്ടിനിൻ, ഇതാണ് നമ്മുടെ ഹീമോ അഗ്ലൂട്ടിനിൻ, നീല കളറിൽ കാണുന്നത്. പിന്നുള്ള ന്യൂറോവിരിഡേസ് അല്ലേ, ന്യൂറോവിരിഡേസ്. ഇത് രണ്ടും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ഇനി വൈറസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതൊരു RNA എൻവലപ്ഡ് വൈറസാണ്. ഇത് ഓർത്തോമിക്സോ വിരിഡെ എന്ന് പറയുന്ന ഫാമിലിപ്പെട്ടതാണ്. 3 സൈസ് ഉണ്ട്, 3 ടൈപ്പ് ഉണ്ട്, A, B, C. ഇതിൻ്റെ സർഫേസ് ആൻറ്റിജന് 2 എണ്ണമാണ്. ഒന്ന് H പറഞ്ഞാൽ ഹീമോഗ്ലൂട്ടിനിൻ, N എന്ന് പറഞ്ഞാൽ ന്യൂറോമിനിഡേസ്. അത് ആ H-ഉം N-ൻ്റെയും പേരിലാണ് നമ്മൾ H1N1 എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ പലതരത്തിലുണ്ട്. H1N1 ഉണ്ട്, H1N2 ഉണ്ട്, H3N1 ഉണ്ട്, H3N2 ഉണ്ട്, H2N2 ഉണ്ട്. പക്ഷേ മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് H1N1 മാത്രം. അപ്പോൾ ഇതാണ് പന്നിയിൽ നിന്ന് മൃഗങ്ങളിലേക്കും, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും, പക്ഷികളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഒരു ചാർട്ടാണ് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് നമ്മുടെ കോമൺ ഫ്ലൂ അല്ലേ, നമ്മുടെ ജലദോഷപ്പനിയൊക്കെ പോലെ ജലദോഷപ്പനി അല്ലെങ്കിൽ സാധാരണ പനിയൊക്കെ എങ്ങനെയാണോ പകരുന്നത്, ആ പകരുന്ന വഴിയിലൂടെയൊക്കെ നമ്മുടെ H1N1 പകരും. Route of transmissions are mainly through coughing or sneezing. Also, the virus can survive on contaminated surface up to 2 hours. കേട്ടോ, കണ്ടാമിനേറ്റഡ് സർഫേസിലൊക്കെ ഇപ്പോൾ നമ്മുടെ മേശയിലും ടവലിലും ഇതിലൊക്കെ 2 hours അല്ലെങ്കിൽ നമ്മുടെ കർച്ചീഫിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കിലും പെൻസിലൊക്കെ നമ്മൾ തുമ്മുന്ന സമയത്ത് ഈ വൈറസ് അതിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുകയും ഏകദേശം 2 മണിക്കൂറോളം അവിടെ സർവൈവ് ചെയ്യാനും പറ്റും. ഉണ്ടാവും നമ്മൾ പല വൈറസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ അത്തരം സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ മുഖം തുടക്കാനോ അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യും. സിംറ്റംസ്, പന്നിപ്പനിയുടെ സിംറ്റംസ്: ഫീവർ, കഫ്,
റണ്ണി നോസ്, മൂക്കൊലിപ്പ്, സോർ ത്രോട്ട്, ബോഡി ഏക്ക്, ബോഡി പെയിന്, ഹെഡ് ഏക്ക്, ചിൽസ്, എന്താ തണുക്കുക, വിറയൽ എന്നൊക്കെ പറയുന്നത്, വോമിറ്റിങ്, മസിൽ ഏക്ക് ആൻഡ് മൈൽഡ് റെസ്പിറേറ്ററി, നമ്മുടെ ശ്വസനവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ്. സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് വരുമ്പോൾ അപ്പർ റെസ്പിറേറ്ററി ഡിസീസ്, നമ്മൾ പറഞ്ഞത് റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് ഉണ്ടാകുന്നത്. ബ്ലൂയിഷ് ഓർ ഗ്രേ സ്കിൻ കളർ, സ്കിന്നിൻ്റെ കളറ് നീല കളറോ അല്ലെങ്കിൽ ഗ്രേ കളറോ ഒക്കെ ആയിട്ട് മാറുക. കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ന്യൂമോണിയ, വൈറൽ ന്യൂമോണിയ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഹെഡ്, നമ്മുടെ തലച്ചോറും ഹെഡിനൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, വോമിറ്റിങ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ്. നേരത്തെ പറഞ്ഞത് മൈനർ ആയിട്ടുള്ള സിംറ്റംസ് ആണെങ്കിൽ ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾ മരിച്ചു പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. ട്രീറ്റ്മെൻറ്റ് സാധാരണ നമ്മൾ എന്താണ് 2 ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് ഐസൊലേഷന്, വേറൊന്ന് ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റ്. ഇത് നമ്മുടെ കൊറോണൻ്റെ കേസിലൊക്കെ പോലെ തന്നെ ഒന്ന് നമ്മൾ അവരെ ഐസൊലേറ്റ് ചെയ്ത് പാർപ്പിക്കണം, എന്നാലും മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് കുറക്കാൻ പറ്റും. ആൻറ്റി വൈറൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഒരു ആൻറ്റി വൈറൽ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുക. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ റെലൻസ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കാണ്. പിന്നെ ടാമി ഫ്ലൂ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏവിയൽ ഫ്ലൂ അല്ലെങ്കിൽ പന്നിപ്പനിനെ കുറിച്ച് പറയാനുള്ളത്.